ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട നിസ്കാരമായ ഇബാദത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചില ആളുകളുണ്ട്, നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എഴുതും മറ്റുള്ളവർ നമ്മളെപ്പോലെ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരത്തെ ഭയത്തോടും പേടിയോടും കൂടി കാണുന്നവരാണ് എന്നൊക്കെ. ഒരു നേരത്തെ നിസ്കാരം പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ചില ആളുകൾക്ക് ഭയങ്കര മാനസികമായിട്ടും ഒരു ഇടങ്ങേറും പേടിയൊക്കെയാണല്ലേ. പക്ഷെ ചില ആളുകൾ അതില്ലാത്തവരുണ്ട് കേട്ടോ നിസ്കാരം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ നിസ്കാരത്തെ ഭയങ്കരമായിട്ട് വില കുറച്ച് നിസ്സാരമായിട്ട് കാണുന്ന ആളുകളുണ്ട് കേട്ടോ. അവർക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുക. ചില നിസ്കാരങ്ങളൊക്കെ കലാഹായാലും അവർക്ക് പ്രശ്നമില്ല, അതുപോലെ കലാഹായി കഴിഞ്ഞാൽ അത് വീട്ടണം എന്നുള്ളൊരു മനസ്സില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ഒരു കെട്ടിടവും തൂണും പോലെയുള്ള ബന്ധം പോലെയാണ് നമുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഒരു വലിയ കെട്ടിടം ശക്തമായി നിൽക്കുന്നത് അതിൻ്റെ പ്രധാന തൂണുകളെ ആശ്രയിച്ചാണ്. തൂണുകൾ തകർന്നാൽ ആ കെട്ടിടം മുഴുവനായി തകർന്നു പോകും. അതുപോലെ ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിക ജീവിതമാകുന്ന കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് നിസ്കാരം എന്നത്. ഒരു മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവുമായി ദിവസവും 5 തവണ നേരിട്ട് ബന്ധപ്പെടുന്ന ആരാധനയാണിത്. ജീവിതത്തിലെ എത്ര വലിയ തിരക്കുകളിലും അള്ളാഹുവെ ഓർക്കാനും അവനിലേക്ക് അടുക്കാനും നിസ്കാരം സഹായിക്കുന്നു. ഈ ബന്ധം നിലച്ചാൽ മനുഷ്യൻ വഴി തെറ്റിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ തരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ തരുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹുവിന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് നമ്മുടെ ഈ 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. നമ്മൾ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരും. നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? നമുക്ക് ആ ഒരു മനസ്സിനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും ആ തന്ന ആളോട്. അതുപോലെയാണ് അള്ളാഹുവിന് നമ്മോടും ഉണ്ടാവുക. നമ്മൾ 5 നേരത്തെ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഒരുപാട് സന്തോഷമാവും. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. നമ്മളോട് ഒരുപാട് സ്നേഹമായിരിക്കും അള്ളാഹുവിനുണ്ടാവുക. ഞാനിപ്പോൾ നിസ്കാരത്തിൻ്റെ ഈ ചില കാര്യങ്ങൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ആ നാട്ടിലുള്ളവരുമായിട്ടായിരിക്കും നമുക്ക് ഒരുപാട് കമ്പനി ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകുക. ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള നെയ്ബേഴ്സായിട്ട്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കൂട്ടുകാരന്മാരുടെ ഭാര്യമായിട്ട്, അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് കമ്പനി ഉണ്ടാകുക. എന്നെ സംബന്ധിച്ചപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആ നാട്ടിൽ ഒരു കുറച്ച് കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ കല്യാണം കഴിച്ച വീട്ടിലായിരിക്കും താമസിക്കുക. അപ്പോൾ നമ്മൾ അധിക പേർക്കും അങ്ങനെ തന്നെ ആയിക്കാരം അവിടെ ചുറ്റുഭാഗത്തുള്ള ആളുകളുമായിട്ടേക്കാരം ഭയങ്കര കമ്പനി സൗഹൃദം ഒക്കെ ഉണ്ടാവുക. പഠിച്ചിരുന്ന കാലത്തെ കൂട്ടുകാരുമായിട്ട് ഇത്രയ്ക്ക് നമുക്ക് ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവരുമായിട്ട് ഫോൺ ചെയ്യലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കാണലോ ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാരികളുണ്ട്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ. ഒരുപാട് ഗ്രൂപ്പിൽ മൊബൈലിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടും ഓരോ അന്നന്ന് കഴിക്കണ ഫുഡുകൾ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചാറ്റിങ്ങും വോയിസ് വിട്ടിട്ടൊക്കെ അങ്ങനെ ഭയങ്കര സൗഹൃദമാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അവർ ഇടയ്ക്ക് പറയും ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ പോകുമല്ലേ, പുറത്ത് പോയി നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക, അങ്ങനെയൊക്കെ പോകുമല്ലേ അറിയും. അങ്ങനെ ചില ദിവസങ്ങളിൽ അവർ പോകലുണ്ട്. പക്ഷെ ഞാനധികം അങ്ങനെ പോകലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കഴിയൂല പോകാൻ. എനിക്ക് ഹസ്ബൻഡ് കുട്ടികളൊക്കെ ആകുമ്പം എനിക്ക് അവരെയും കൂടെ കൂട്ടാൻ എനിക്കെന്തോ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കുക അങ്ങനെ എൻജോയ് ഒക്കെ ചെയ്യുമ്പോൾ കൂടെ അവരും കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറുള്ള കാര്യമാണ് കേട്ടോ. ഫ്രണ്ട്സിനൊപ്പം ആണെങ്കിലും എനിക്ക് ഹസ്ബൻഡും കുട്ടികളും ഇല്ലാതെ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറായിട്ട് തോന്നും കേട്ടോ. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം അവരുടെ കൂടെ പോയിട്ടുണ്ട്. രാവിലെ കുട്ടികളെ സ്കൂളിൽ പോയിട്ട് പോവും, പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് വീട്ടിലെത്തുന്ന രീതിക്കാണെങ്കിൽ ഞാൻ പോകും കേട്ടോ. അല്ലാതെ ഞാൻ ഒരുപാട് സമയത്തേക്ക് ഞാൻ പോകലില്ല. എന്നിട്ട് അവരൊക്കെ എന്നെ അങ്ങനെ കളിയാക്കും കേട്ടോ. എനിക്ക് തന്നെ ഉള്ളൂ ഹസ്ബൻഡും കുട്ടികളൊക്കെ, ഞങ്ങൾക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തമാശയിൽ കളിയാക്കും. പക്ഷേ എനിക്ക് അവർ എത്ര കളിയാക്കിയാലും എനിക്ക് എന്താണാവോ അങ്ങനെ കഴിയൂല, മനസ്സിനൊരു എൻജോയ് ചെയ്യാൻ കഴിയൂല. കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യാന്നല്ലാതെ ഒരുപാട് സമയം അങ്ങോട്ട് അവരില്ലാതെ എൻജോയ് ചെയ്യാൻ കഴിയൂല. എന്നാൽ പിന്നെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളെയും കൂടിയാണെങ്കിൽ കുറേ സമയം എനിക്ക് പോകണേനും ഒരു കുഴക്കോ ക്ഷീണോ ഒന്നുമില്ലാതെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അവരുടെ കൂടെ എത്ര വേണമെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കാണുമ്പം അത് എനിക്ക് അവരുടെ കൂടെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളെയും കൂടെ ഇങ്ങനെ കാണണം. അതുപോലെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരുടെ കൂടെ കഴിക്കണം. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. പക്ഷേ ഇവരിപ്പോൾ കൂട്ടുകാരികളൊപ്പം പോകുമ്പോൾ ഇല്ല എന്നല്ല, പക്ഷേ ഒരുപാട് നേരം എനിക്ക് അങ്ങനെ സന്തോഷിക്കാൻ കഴിയൂല. അപ്പോൾ ഇനി മറ്റ് വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരുപാട് നേരം എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക, ഒരുപാട് പൊട്ടിച്ചിരിക്കുക, അങ്ങനെയൊന്നും കുറേ നേരം എനിക്ക് കഴിയൂല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് നേരത്തിന് എൻജോയ് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയൂല. അതവർക്ക് തന്നെ അറിയാം, എൻ്റെ കൂട്ടുകാരികൾക്ക് തന്നെ അറിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ അവർ അല്ലാതെ എന്നെ അങ്ങോട്ട് നിർബന്ധിക്കലില്ല. എന്നാലും അവർക്ക് ഞാൻ പോയത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ചെറിയ ചെറിയ പോകലിനൊക്കെ ആണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകും കേട്ടോ. അങ്ങനെ ഒരു ദിവസം അവർ നിർബന്ധിച്ച് വിളിച്ചിട്ട് ഞാനൊരു ദിവസം അവരുടെ കൂടെ പോയി. രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമെന്നുള്ള ഇതിലാണ് പോയത്. അന്ന് ഹസ്ബൻഡിന് ഒരു കല്യാണം ഉണ്ടായിരുന്നു.
അപ്പോൾ ഉച്ചക്ക് ചോറ് ഹസ്ബൻഡ് അവിടെ പോയിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ കുട്ടീനെ രണ്ടാളെയും ഞാൻ എൻ്റെ കൂടെ കൂട്ടും ചെയ്തു കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ള വല്യമ്മമാർ പറയുമായിരുന്നു, ഒരുപാട് കളിക്കും ചിരിക്കും സന്തോഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് സങ്കടവും ഇടങ്ങേറും കരച്ചിലൊക്കെ തിരിച്ചു വരും എന്നൊക്കെ പറയലുണ്ടായിരുന്നു കേട്ടോ. എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അതുകൊണ്ടൊന്നല്ല കേട്ടോ, ഞാനിങ്ങനെ എൻ്റെ ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ഒരുപാട് എൻജോയ് ചെയ്യാനും ഒരുപാട് സന്തോഷിക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെയാണ്. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് തന്നിട്ടില്ലെങ്കിലും സഹിക്കാൻ പറ്റാത്ത ഇടങ്ങേറുകൾ നമുക്ക് തരരുത് അല്ലേ. സന്തോഷങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിച്ച് പോകാം. പക്ഷേ ഒരുപാട് ഇടങ്ങേറുകൾ സഹിക്കാൻ പറ്റാത്ത എന്നാൽ നമുക്കത് താങ്ങാൻ കഴിയൂല, സഹിക്കാൻ കഴിയൂല അല്ലേ. അപ്പോൾ പിന്നെ നല്ലത് എന്താണ്, ഒരുപാട് സന്തോഷമില്ലെങ്കിലും സങ്കടങ്ങളില്ലാതെ പാകത്തെ സന്തോഷമായിട്ട് ജീവിച്ച് പോകണതല്ലേ. അപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ എൻ്റെ ഇങ്ങനെ സ്വഭാവം ഇങ്ങനെ ആയിട്ട് അവരെന്നെ പിന്നെ വിളിക്കണത്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിട്ടോ. അങ്ങനെ പോയി ഒരു ഉച്ചൻ്റെ സമയമായപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒരിക്കലും യാത്ര പോയി കഴിഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടുമെന്നുള്ളത്, നിസ്കരിക്കാൻ്റെ സ്ഥലം കിട്ടൂല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നിസ്കരിക്കാനുള്ളൊരു പള്ളി, സ്ത്രീകൾക്ക് സൗകര്യമുള്ളൊരു പള്ളി കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളവിടേക്ക് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ അതുണ്ടാക്കി പോയപ്പം ഒരു കൂട്ടുകാർ മാത്രം നിസ്കരിക്കാൻ വേണ്ടി റെഡി ആവണില്ല. അപ്പോൾ ഞാൻ അവളോട് എന്താ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചു. ഇല്ല നിസ്കരിക്കാൻ എന്താ ഉണ്ടാക്കണില്ലേ ചോദിച്ചു. പറ്റൂലേ ചോദിച്ചു ഞാൻ. മാസത്തിൽ പീരീഡ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ നിസ്കരിക്കാൻ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ പീരീഡ്സൊക്കെ നിന്നിക്കണ 2 ദിവസമായി, പക്ഷേ 3-4 ദിവസമാണ്, പിന്നെ ഇനിയില്ല 2 ദിവസം, പിന്നെ അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി പറഞ്ഞു. നമുക്ക് ശുദ്ധിയായി കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയായിട്ട് കുളിക്കണമല്ലോ, വലിയ അശുദ്ധികളുണ്ടാകുമ്പം. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടപ്പോൾ എന്നാണ്. ഇല്ല, എനിക്ക് ഏകദേശം ഒരു 3 ദിവസം ഉണ്ടാവും, പിന്നെ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും 7 ദിവസമല്ലേ കണക്ക്. അപ്പോൾ ഞാൻ ആ 7 ദിവസമായിട്ട് കുളിക്കാമെന്ന് കരുതിയിട്ടാണ്, എന്നിട്ട് നിസ്കരിക്കാമെന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നു കേട്ടോ. ഞാൻ അപ്പോൾ അവളോട് ചോദിച്ചു, നിനക്ക് എത്ര ദിവസമാണ് ഈ പീരീഡ്സ് ഉണ്ടാകും, ബ്ലീഡിങ് ഉണ്ടാവുക ചോദിച്ചു. ഒരു 3 ദിവസം ഉണ്ടാവും എന്ന് അവൾ പറഞ്ഞു. പിന്നെ 4ാമത്തെ ദിവസം ചെറുതായിട്ടുള്ള ഉണ്ടാവുക പറഞ്ഞു. 5-6 ദിവസങ്ങളിൽ തീരെ ഉണ്ടാകലില്ല എന്ന് പറഞ്ഞു. അധിക ദിവസങ്ങളിൽ ഉണ്ടാവില്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നും, ചില മാസങ്ങളിൽ അതും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അപ്പോൾ എന്താ ശുദ്ധിയായി കുളിക്കാത്തത് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, 7 ദിവസമല്ലേ കണക്ക്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ കരുതിയിട്ടാണ് പറഞ്ഞു. ചില ആളുകളൊക്കെ ഇങ്ങനെ കരുതുന്നവരുണ്ടാവില്ലേ, പക്ഷേ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ ഈ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ശുദ്ധിയായിട്ട് കുളിച്ച്, ഏത് നേരത്താണോ നമ്മളെ ഈ ബ്ലീഡിങ് നിൽക്കുന്നത് ആ സമയം മുതൽ നമുക്ക് ആ നിസ്കാരം നിർബന്ധമാകുകയാണ്. അല്ലാതെ 7 ദിവസം കണക്കാക്കിയിട്ട് കുളിച്ച് നിസ്കരിക്കുന്നല്ല ചെയ്യേണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളിൽ പല ആളുകളും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അപ്പോൾ നീ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യല് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പ്രസവിച്ച് കഴിഞ്ഞാലും പിന്നെ 90 കഴിയാതെ അല്ലെങ്കിൽ 40 കഴിയാതെ ഒന്നും നിസ്കരിക്കാത്തവരാണ് പലരും എന്ന് അവളിനോട് പറഞ്ഞു. അവളും തന്നെ 40 കഴിയാതെ ഒന്നും നിസ്കരിക്കലില്ല പറഞ്ഞു. അപ്പം നിനക്ക് പ്രസവം കഴിഞ്ഞാൽ എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ ഒരു 15 ദിവസത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ ഉണ്ടാകുക, ചിലപ്പോൾ 7 ദിവസമുള്ളൂ ചില പ്രസവത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഒക്കെ 2-3 കുട്ടികളെല്ലാം അല്ലേ. അപ്പോൾ അവരോടും ചോദിച്ചു. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ചില പ്രസവത്തിന് എനിക്ക് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അപ്പോൾ അത്രയും ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നീ നിസ്കരിക്കലില്ലേ എന്ന് അവളോട് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ എൻ്റെ 40 കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ നിസ്കരിക്കലെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ദിവസത്തെ നിസ്കാരം ഒഴിവാക്കിയൊക്കെ ചോദിച്ചു. അങ്ങനെ തന്നെയല്ല അപ്പോൾ എന്നോട് ചോദിച്ചവൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൂട്ടുകാരി ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നിസ്കാരത്തിൻ്റെ ഈ ചില കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയണത് ഇക്കാരം, എന്നാലും ചില ആളുകൾക്ക് ഇത് അറിയാത്തതുണ്ടാവും. നമുക്ക് ഈ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ചിലർക്ക് ഒരു ദിവസം, ചുരുക്കം പേർക്കേ ഒരു ദിവസം ഉണ്ടാകുള്ളൂ. ചില ആളുകൾക്കത് 3, നോർമലായിട്ട് ചില ആളുകൾക്ക് ഇത് 7 ദിവസം ഉണ്ടാകും, അധികരിച്ച് കഴിഞ്ഞാൽ 15 ദിവസം. അതിൽ കൂടുതൽ ഇത് ഉണ്ടാവുകയാണെങ്കിൽ അത് പീരീഡ്സിൻ്റെ രക്തമല്ല, അത് മറ്റെന്തോ അസുഖമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. പീരീഡ് സമയത്ത് നമ്മൾ എന്ത് വെച്ചിട്ടാണോ ബ്ലഡിനെ തടഞ്ഞു നിർത്തൽ, അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ആ നിസ്കാരം നിർവഹിക്കണം എന്നാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാ മാസവും പീരീഡ്സ് ഉണ്ടാകുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ടൈമിലേക്കാരല്ലേ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ആ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും, ആ ഒരു ഉണ്ടായ സമയത്തെ ഏത് നേരത്തെ നമസ്കാരമാണെന്ന് വെച്ചാൽ അത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകൾക്ക് നിസ്കാരത്തിന് സമയമായിട്ടുണ്ടാകും, പീരീഡ്സും ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആ നിസ്കാരം നിർവഹിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു അവസ്ഥ വരലുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിൽ എത്ര പേര് ആ ഒരു സമയത്തെ നിസ്കാരം ഖളാഹായിട്ട് വീട്ടിലുണ്ട്? ആരെങ്കിലും അത് ശ്രദ്ധിക്കലുണ്ടോ? നമുക്ക് പീരീഡ്സ് ആകുന്ന ഈ സമയത്ത് നമസ്കാരം ഈ നിസ്കരിക്കാൻ പറ്റാതെ പിന്നെ നമ്മുടെ പീരീഡ്സൊക്കെ മാറിയിട്ട് ശുദ്ധിയായി കുളിച്ചിട്ട് എത്ര പേരുണ്ട് ഈ ഒരു നിസ്കാരം ഖളാ വീട്ടുന്ന ആളുകൾ? അധിക പേരും ഖളാ വീട്ടാത്തവരായിരിക്കും അല്ലേ. ശരിക്കും നമുക്ക് ആ നമസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളിൽ എത്ര പേർക്ക് അറിയില്ല എന്നുള്ളതൊന്ന്
താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രസവം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന ബ്ലീഡിങ്ങില്ലേ, അതിനെ പറ്റിയിട്ടാണ്. അതും തന്നെ ഇപ്പോൾ അധികം പേർക്കും കുറച്ച് ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. സിസേറിയൻ ആണെങ്കിൽ ആകെ ഒരാഴ്ച തന്നെ ശരിക്കും ഉണ്ടാവില്ല. പിന്നെ ഒരു ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക എന്നല്ലാതെ നോർമൽ പ്രസവക്കാർക്കും ഇപ്പോൾ അധികവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ദിവസങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലഡ് നിന്ന് കഴിഞ്ഞാൽ ശരിക്ക് ശുദ്ധിയായിട്ട് കുളിക്കണം. പക്ഷേ അധിക പേരും എന്താണ് ചെയ്യൽ, 40 കഴിയട്ടെ, 60 കഴിയട്ടെ, 90 കഴിയട്ടെ കണ്ട് ആ നിസ്കാരം ഫുള്ള് ഒഴിവാക്കാണ്. പിന്നെ നമ്മളത് കളാവ് വീട്ടണില്ല. അതൊക്കെ നമുക്ക് ഈ ബ്ലഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയായി കുളിച്ച് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളാണ് അതൊക്കെ. പിന്നെ നമുക്ക് നിർബന്ധമായി. പക്ഷേ ഒട്ടുമിക്ക പേരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ അത് നിസ്കരിക്കാതെ ഒഴിവാക്കുന്ന ആളുകളാണ്. പ്രസവിച്ചിട്ടുണ്ടാകുന്ന ബ്ലീഡിങ് നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ടൊന്നും പിന്നെ ബ്ലീഡിങ് കാണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ശുദ്ധിയായി കുളിച്ച് നിസ്കാരം തുടങ്ങണം. അല്ലാതെ 40 വരെ 60 വരെ ഞാൻ പ്രസവിച്ച് കിടക്കുകയാണല്ലോ, എനിക്ക് നിസ്കാരം നിർബന്ധമല്ലല്ലോ പറഞ്ഞങ്ങാണ്ട് നിസ്കരിക്കാതിരിക്കരുത്. നമ്മൾ ഈ ഒരു 5 നേരം ഒതുണ്ടാക്കി നിസ്കരിക്കുമ്പോൾ ഈ ഒതുവോട് കൂടിങ്ങാണ്ട് നമ്മളെ കുട്ടികൾക്കില്ലേ, നമ്മൾ പ്രസവിച്ചിറക്കുമ്പോൾ കുട്ടികൾക്ക് പാൽ കൊടുക്കൂലേ, അങ്ങനെ ബിസ്മി ചൊല്ലിങ്ങാണ്ട് ആ പാൽ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഈ ഒതുവോട് കൂടിയിട്ട് നല്ല ധീരതയുള്ള ബുദ്ധിയുള്ള നല്ലൊരു മക്കളെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടു. അപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിലുള്ള ഈ സമയത്തും പ്രസവശേഷമുള്ള ഈ സമയത്തും അശ്രദ്ധയാൽ ആരുടെയെങ്കിലൊക്കെ നിസ്കാരം ഇതുപോലെ നഷ്ടപ്പെട്ടിക്കണമെന്നില്ല സങ്കടവും കുറ്റബോധമൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിനോടൊന്ന് പൊറുക്കലിനെ തേടിയിട്ട് നമ്മൾ 5 നേരത്തെ നിസ്കാരമല്ലേ, ആ നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടി അതിൻ്റെ ശേഷം നമ്മൾ ഓരോ വക്തും ഏതാണോ നിസ്കരിക്കുന്നത് ആ സമയത്തെ നിസ്കാരങ്ങൾ അതിനോടൊപ്പം ഖളാ വീട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്തു പോകുക. ചില ആളുകളുണ്ടാവും എല്ലാ നേരവും നിസ്കരിക്കുന്നവരായിരിക്കും, സുന്നത്ത് നിസ്കരിക്കും. പക്ഷേ ഈ പീരീഡ്സ് ആവുന്ന സമയത്തെ നമുക്ക് ഖളാ ആവുന്ന നിസ്കാരങ്ങൾ വീട്ടാൻ അറിയാത്തവരായിരിക്കും, ശ്രദ്ധ ഇല്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പിന്നെ ചിലവർ സുന്നത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ തൽക്കാലം ആ സുന്നത്തൊക്കെ ഒന്ന് നിർത്തിയൊക്കെ ഫർളാണ് നമുക്ക് വേണ്ടത്. സുന്നത്ത് നിസ്കരിച്ചോട്ടെ, നിസ്കരിക്കാൻ കഴിയണോലെ നിസ്കരിക്കണ്ടല്ല എന്ന് പറയണത്, ബുദ്ധിമുട്ടില്ലോലെയാണ് പറയണത്. അങ്ങനെയുള്ളവർ ഫർള് നിസ്കാരങ്ങൾ തുടർന്ന് ഇങ്ങനെ കുറേ കാലം കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഫർളാണല്ലോ വേണ്ടത്, പിന്നെയല്ല സുന്നത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു നിസ്കാരങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നും എൻ്റെ ഖളാ വീട്ടി കഴിഞ്ഞിരിക്കണമെന്നുള്ളത്. അത്രത്തോളം കാലം നമ്മളത് നിസ്കരിക്കുക. അപ്പോൾ നമ്മുടെ നിസ്കാരം ഖളാ വീട്ടുന്നതൊക്കെ വീടിയിട്ടുണ്ടാവും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ നമ്മളങ്ങനെ ചെയ്തത്. ഇപ്പോൾ പടച്ചവനറിയാലോ നമ്മുടെ സങ്കടവും സഹതാപമൊക്കെ. പടച്ചവൻ തമ്പുരാൻ നമുക്കതൊക്കെ പുറത്തു തരും. നിസ്കാരത്തിൻ്റെ ഗൗരവവും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അതിനുള്ള സ്ഥാനവും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അലി റളിയല്ലാഹുവിൻ്റെ കാലിൽ ശത്രുക്കളുടെ ഒരു അമ്പ് വന്ന് തറച്ചു കയറി. അമ്പിൻ്റെ മുന മാംസത്തിലും എല്ലിലും ആഴത്തിൽ ഇറങ്ങിപ്പോയത് കൊണ്ട് അത് വലിച്ച് ഊരിയെടുക്കുക എന്നത് കഠിനമായ വേദനയുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അമ്പ് വലിച്ച് പുറത്തെടുക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോഴൊക്കെ അലി റളിയല്ലാഹുവിന് സഹിക്കാനാവാത്ത വേദനയുണ്ടായി. വേദന കാരണം അത് പൂർണ്ണമായി പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ ഒരു വഴി കണ്ടെത്തി. അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഇത് ഊരണ്ട. അലി റളിയല്ലാഹു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്കിത് വലിച്ചു പുറത്തെടുക്കാം. കാരണം അദ്ദേഹം നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാറില്ല. അങ്ങനെ അലി റളിയല്ലാഹു അടുത്ത നിസ്കാരത്തിനായി അള്ളാഹുവിൻ്റെ മുൻപിൽ കൈകെട്ടി നിന്നു. അദ്ദേഹം നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും പൂർണ്ണമായി മുഴുകിയപ്പോൾ ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തറച്ചിരുന്ന ആ അമ്പ് ശക്തമായി വലിച്ചു പുറത്തെടുത്തു. മാംസം കീറി ചോര ഒലിച്ചുവെങ്കിലും അലി റളിയല്ലാഹു ഒരു ചെറിയ അനക്കം പോലും കാണിച്ചില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിനു ശേഷം അലി റളിയല്ലാഹു ചുറ്റുമുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ ആ അമ്പ് ഊരിയെടുത്തു? അപ്പോൾ അവർ പറഞ്ഞു, അതെ, നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അത് ഊരിയെടുത്തത്. അലി റളിയല്ലാഹു അത്ഭുതത്തോടെ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ അള്ളാഹുവിൻ്റെ മുൻപിൽ നിന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും അമ്പ് ഊരിയ വിവരം ഞാൻ ഒട്ടും അറിഞ്ഞില്ല. ഈ ചരിത്രം നമുക്ക് നൽകുന്ന പ്രധാന പാഠം എന്താണെന്നോ? നിസ്കാരം എന്നാൽ വെറും ഒരു ശാരീരിക ചലനമല്ല, അത് പ്രപഞ്ചനാഥനായ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന സമയമാണ്. ആ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ ദുനിയാവിലെ എല്ലാ വേദനകളും മനുഷ്യൻ മറന്നുപോകും. നിസ്കാരത്തോടുള്ള ആദരവ് സ്വന്തം ശരീരത്തിന് ഏൽക്കുന്ന കഠിനമായ വേദനയേക്കാൾ വലുതാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥനയെന്ന് അലി റളിയല്ലാഹുവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനസ്സിൻ്റെ സാന്നിധ്യം. നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളും എവിടെയായിരിക്കണം എന്ന് ഈ ഒരു സംഭവം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. നിസ്കാരം ഒരു ഭാരമായി കാണാതെ അത് ദൈവത്തോടുള്ള മനോഹരമായ കൂടിക്കാഴ്ചയായി കാണണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഒരു ചരിത്രം.
നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുന്നവർക്കുള്ള പരലോക ശിക്ഷയെക്കുറിച്ച് അതീവ ഭയാനകരമായ നിരവധി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാജ് രാവിൽ നേരിട്ട് കണ്ട ഒരു ഭീകരമായ കാഴ്ച ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖയോടൊപ്പം ആകാശലോകങ്ങൾ സന്ദർശിച്ച രാത്രിയിൽ നരകത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന പലരെയും കാണാനിടയായി. അതിൽ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച ഇപ്രകാരമായിരുന്നു. ഒരു കൂട്ടം ആളുകൾ നിലത്ത് കിടക്കുന്നു. ശക്തനായ ഒരു മലക്ക് വലിയൊരു പാറക്കല്ലുമായി അവരുടെ തലയ്ക്കൽ നിൽപ്പുണ്ട്. ആ മലക്ക് വലിയൊരു കല്ലെടുത്ത് കിടക്കുന്നവൻ്റെ തലയിൽ ശക്തമായി എറിയുകയും ആ കല്ലേറിൽ അവരുടെ തല തളർന്നു തരിപ്പണമാവുകയും കല്ല് ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. മലക്ക് തെറിച്ചു പോയ ആ കല്ല് പോയി എടുത്തു തിരികെ വരുമ്പോഴേക്കും തകർന്ന തല വീണ്ടും പഴയപടിയായി മാറി കഴിഞ്ഞിട്ടുണ്ടാവും. മലക്ക് വീണ്ടും കല്ലുകൊണ്ട് അവരുടെ തല തകർക്കുന്നു. ഒട്ടും ഇടവേളയില്ലാതെ ഈ ശിക്ഷ ക്രൂരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ഭയന്നുപോയ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീൽ ഈ ദയനീയമായി ശിക്ഷിക്കപ്പെടുന്നത്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇവർ ഫർള് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഉറങ്ങിപ്പോവുകയും നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്ത നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലെ 59-ാം വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു, എന്നാൽ അവർക്ക് ശേഷം ഒരു കൂട്ടർ വന്നു. അവർ നിസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു. തന്മൂലം അവർ ഗയ്യിൽ ചെന്നെത്തുന്നതാണ്. എന്താണ് ഈ ഗയ്യ്? നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാതെ വൈകിപ്പിക്കുന്നവർക്കും ഒഴിവാക്കുന്നവർക്കും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിലെ ഏറ്റവും ആയമേറിയതും ഭീകരവുമായ ഒരു താഴ്വരയാണ് ഗയ്യ്. അങ്ങേയറ്റം ദുർഗന്ധം വരിക്കുന്ന കടുത്ത ചൂടുള്ള രക്തവും ചലവും ഒഴുകുന്ന ഒരു നദിയാണത്. നരകത്തിലെ മറ്റ് താഴ്വരകൾ പോലും ഇതിൻ്റെ ഭീകരതയിൽ നിന്ന് ദിവസവും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ പരലോകത്ത് അള്ളാഹു ആദ്യം കണക്ക് ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. അതിൽ വിജയിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അതിൽ പരാജയപ്പെട്ടാൽ അവൻ്റെ ബാക്കി കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാവരുത്. നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുകയും എന്തെങ്കിലും കാരണവശാൽ കലാഹാവുകയാണെങ്കിൽ അത് കലാഹ് വീട്ടുകയും ചെയ്യുക. നമ്മുടെ എല്ലാ നിസ്കാരം വളരെ കൃത്യമായി മനോഹരമായി അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രീതിയിൽ നിസ്കരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും പരലോകത്തെ എല്ലാ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.